ഡേ മതി മതി മതി, ഡോക്ടർ അങ്ങ് എത്തും. പോണ്ടേ? എവിടത്തേക്കാ പോന്ന്? അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി നേരെ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോന്ന ചെറിയ ഹെൽത്ത് ചെക്കപ്പ് എല്ലാം ഒന്ന് ചെയ്തിട്ട് വരാന്ന് വിചാരിച്ചു അല്ലേ. നമ്മളെ ടൈം ഏകദേശം ലേറ്റ് ആയിട്ടുണ്ട്. ഒരു 10-10:30 ആകുമ്പോഴത്തേക്കും ഡോക്ടർ എത്തുന്നാണ് പറഞ്ഞത്. എന്തായാലും പോയി നോക്കട്ടെ. എല്ലായിടത്തും ഇപ്പം കാണുന്ന പോലെ തന്നെ കംപ്ലീറ്റ് മഴയും കാര്യങ്ങളും വെള്ളക്കെട്ടും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ആ രീതിയിൽ അങ്ങനെ എഫക്റ്റ് ആയിട്ടൊന്നും ഇല്ല. ചിലയിടങ്ങളിൽ മാത്രം നല്ല രീതിയിൽ വെള്ളക്കെട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാരും പോകുമ്പോൾ സൂക്ഷിച്ചും കണ്ടുമെല്ലാം പോകാൻ വേണ്ടി നോക്കുക. ഗൈസ്, അങ്ങനെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തി. ഇനി നേരെ പോയി ഡോക്ടറെ എല്ലാം കണ്ടിട്ട് നമ്മൾ വരാം അല്ലേ. വെറുതെ ലേറ്റ് ആയി പോയി. വേഗം വിട്ടോ ഇങ്ങനെ ഷീറ്റ് ചെയ്താ പിടിക്ക്. ഓട് ടോക്കൺ എടുക്കണം ഗൈസ്. ടോക്കൺ എല്ലാം എടുത്തിട്ടെല്ലാം കാണിച്ചിട്ടെല്ലാം വരാം. നമ്മളങ്ങനെ ഹോസ്പിറ്റലിലും കാണിച്ച് നേരെ ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തി. ഇനി ഒരു ചായ കുടിക്കട്ടെ, എന്നിട്ട് അവിടുന്ന് വിശേഷങ്ങൾ പറഞ്ഞു തരാം. അപ്പൊ നേരം കഴിഞ്ഞിട്ട് വന്നല്ലേ. ഒന്നും പറയണ്ട, 1 മണിക്കൂറാണ് നമ്മളെ പോസ്റ്റ് എടുപ്പിച്ചത്. അതുകൊണ്ട് കുട്ടിക്ക് സമൂസ വാങ്ങിച്ചു കൊടുത്തു. കഴിച്ചോ. ഇവിടുത്തെ നമ്മളെ സ്പെഷ്യൽ മന്തി അല്ലെ. നമ്മൾ തൽക്കാലം മന്തിന്റെ മോഹം ഉപേക്ഷിച്ച് നമ്മൾ നേരെ വന്നത് തലശ്ശേരിയുടെ ഫേമസ് ആയിട്ടുള്ള നാഷണൽ ഹോട്ടലിലാണ്. ഇവിടെ ആകുമ്പോൾ നല്ല ഫിഷിന്റെ നല്ല കിട്ടില്ല ഐറ്റംസ് കിട്ടും. ഈ സമയമാകുമ്പോൾ കിട്ടുമോ എനിക്ക് അറിഞ്ഞൂടെ. നമുക്ക് എന്തായാലും പോയി നോക്കാം. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടാ. അല്ലേ, നമുക്ക് ആകെ ഒരു ബീഫും ചെമ്മീനും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇവിടുത്തെ ഫുഡ് കഴിക്കാത്തതുകൊണ്ടാണ് ഇവിടെ വലിയ അഭിപ്രായം ഇതിനെ പറ്റി പറയാത്തത്. ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. നീ അത് കഴിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് എന്തായാലും നേരെ വീട്ടിലേക്ക് പോകണം. ഇത് വെയിൽ ഭയങ്കരമായിട്ട് കൂടി. ഇപ്പൊ മഴയെല്ലാം കുറെ വിട്ടു പോകും. ദേവു, നമ്മളിപ്പോ എവിടെയാ ഉള്ളത്? നമ്മള് തലശ്ശേരിയിലെ ടാറ്റ മോട്ടോർസിലാണ് വന്നിട്ടുള്ളത്. ഇവിടുന്ന് ചെറിയൊരു പർച്ചേസ് ഭാവിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഉടനെ വരും. പ്രതീക്ഷിക്കാം. അതിന്റെ ഡീറ്റെയിൽസ് നമ്മള് വീട്ടിൽ ചെന്നിട്ട് പറയാം. ലേറ്റ് ആയി. നമ്മൾ രണ്ടാളും വീട്ടിലെത്തി കേട്ടോ. ഓ, അച്ഛനിതാ നമ്മളെ കാത്തിരിക്കുന്നു. വേറൊരു സ്ഥലത്ത് കൂടി പോയിന്, ടാറ്റ മോട്ടോർസിൽ കാറ് നോക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ചോദിച്ചെല്ലാം മനസ്സിലാക്കി കാറിന്റെ ഉള്ളിലെല്ലാം കയറിയിരുന്നെല്ലാം നോക്കി നമുക്ക് പറ്റുന്ന സാധനമാണോ വേണ്ടതെന്നുള്ളതാണ് ആദ്യം നമ്മൾ അന്വേഷിച്ചത്. അപ്പൊ ഏകദേശം എന്റെ മൈൻഡിലൊരു ഐഡിയ ഉണ്ടേന് ടാറ്റേന്റെ ഒരു വണ്ടി എടുക്കണം എന്നുള്ളത്. അപ്പൊ ആ വണ്ടി നോക്കിയപ്പോ അത് ഏകദേശം ഓക്കെയാണ്. നമ്മൾ പ്രൈസും കാര്യങ്ങളിലും ചോദിച്ചെല്ലാം മനസ്സിലാക്കി ഓറും കുറെ പറഞ്ഞു. അവര് പറഞ്ഞു വെച്ചാൽ ഓണത്തിന് മുന്നേ എടുത്തോ അതിനുശേഷം ഓഫർ ഉണ്ടാവില്ലാന്ന്. നമുക്കിത് അറിയുന്നില്ല വെച്ചാ. ഓണത്തിന് മുന്നേ എടുത്തു എന്ന് പറഞ്ഞാൽ ഓഫർ എന്തായാലും ഒരു കാലത്ത് വരും അല്ലേ. പക്ഷെ ആ വേരിയന്റ് കിട്ടുമെന്നാ ഡൗട്ട്. അതുപോട്ടെ, നമ്മള് ചോറിനെന്നാ ഇന്ന്? ചോറിന് സാധാരണ കൈപ്പക്ക പുളിക്കറി. കണ്ടില്ലേ, ഇവിടെ ഇതേ ഉണ്ടാവും. കൈപ്പക്ക, ഏലക്ക, പാവക്ക. ഇവക്കാണെങ്കിൽ കൈപ്പക്ക എന്ന് പറഞ്ഞ സാധനം തീരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നാഷണൽ ഹോട്ടലിൽ പോയിട്ട് നല്ല കിടിലം പോലത്തെ ബീഫും ചെമ്മീൻ റോസ്റ്റും വാങ്ങിച്ച്. അത് വാങ്ങുന്നുള്ള കാര്യം തീർച്ചയാണ്, നമുക്കറിയാലോ. ഞാൻ ആദ്യം ഇല്ല മന്തി വാങ്ങിക്കാനാണ് ചിന്തിച്ചത്. പിന്നെ വിചാരിച്ച മന്തി വേണ്ട, ചോറും കൂട്ടിയിട്ട്. ഇവിടെ ഇതുവരെ നാഷണലിൽ കഴിച്ചിട്ടില്ല. അപ്പൊ ഇവക്ക് തീരെ അഭിപ്രായമില്ല. ചെമ്മീനെല്ലാം എന്തിനാണ്. നാഷണലിൽ കഴിച്ചവർക്ക് അറിയാം അവിടുത്തെ ടേസ്റ്റ്. ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവിടെ പോകേണ്ടി വരും. അച്ഛൻ കഴിച്ചിട്ടില്ല എവിടുന്ന്? ഇല്ല. ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി പോവാം, അമ്മേനെല്ലാം കൂട്ടി പോവാം. കാരണം ഇപ്പം കുറെ ഐറ്റംസ് ഇല്ല. ഞാൻ കല്ലുമ്മക്കായും നോക്കിയത്, പക്ഷെ കല്ലുമ്മക്കായ കിട്ടാനില്ല. ഓണം ബമ്പർ വരികയാണെങ്കിൽ എന്റെ വക കിട്ടും. അച്ഛൻ ഞാൻ ചെറുപ്പം മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയാണ് ഓണം ബമ്പർ, വിഷു ബമ്പർ, ക്രിസ്മസ് ബമ്പർ. ഇങ്ങനെ ബമ്പർ വന്നാൽ മാത്രമേ അച്ഛൻ ഇങ്ങനെ വരും. ഭയങ്കര ഒരു ബമ്പർ ഒളിയാണ്. പക്ഷെ ഒന്നും അടിക്കാറില്ല. ഇടക്കിടക്ക് 500-1000 വെച്ച് ഓരോ ലോട്ടറി വാങ്ങിക്കും, പക്ഷെ ഒന്നും അടിക്കൂല. പക്ഷെ ഭയങ്കര ലക്കുണ്ട്. എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ 1, 3, 6, 7 ആണ് നമ്പർ വന്നെങ്കിൽ ചിലപ്പോ 1, 3, 6, 6 ആയിരിക്കും അച്ഛന് കിട്ടുക അല്ലേ. പക്ഷെ ആ അച്ഛൻ ഇതുവരെ അടിക്കാത്തത്. എന്നിട്ട് എന്താ അത് വിടാത്ത? ഞാൻ ബമ്പർ മാത്രമല്ലേ വാങ്ങാറുള്ളൂ. ഇതാന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെടരുത്. ഇപ്പോഴും ലോട്ടറി എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ, എപ്പോഴെങ്കിലും ഒരിക്കൽ ഇങ്ങനെ അടിക്കും. പക്ഷെ അച്ഛൻ ഇതുവരെ അടിച്ചിട്ടില്ല. പ്രായം കുറെ അങ്ങടെ ആയി. ഇനിയെങ്കിലും അടിക്കുവോ? അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 12 കോടി അടിച്ചിട്ടുണ്ടെങ്കിൽ 1 കോടി അച്ഛൻ എടുത്തോ, 11 കോടി എനക്ക് എന്നാലും എന്താ? ഒന്നും തരില്ല. എനിക്കൊരു കാർ വാങ്ങിച്ചത്. എനിക്ക് കാർ അച്ഛൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അടിച്ചിട്ടല്ല, കാർ സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ചെറിയ വണ്ടിക്ക് പോവുക, ഞാൻ പിന്നെ വലിയ വണ്ടിക്ക് പറയില്ലേ. അതോ അതെന്തായാലും ഗൈസിനി ഓണമെല്ലാന്ന് വരാൻ പോകുന്നത്. ഇവിടുന്ന് അടിച്ചു പൊളിച്ച് ഓണമെല്ലാം ആഘോഷിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇപ്രാവശ്യം നമ്മളെ വീട്ടിലിങ്ങനെ ഓണം ആഘോഷിക്കുന്നില്ല. കാരണം എൻ്റെ ഒരു അങ്കിളിന്റെ ഒരു മരണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് വലിയ ആഘോഷമോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരെ ട്രിവാൻഡ്രത്തേക്ക് പോകുന്നത്. പിന്നെ അച്ഛൻ എന്നാ ഓണത്തിന് പരിപാടി? ഒരു പരിപാടിയുണ്ട്. അച്ഛനും ഇതുപോലെ തന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുക, ഓണം ബമ്പർ അടിക്കോ ഇല്ലയോ നോക്കോ, ഇങ്ങനത്തെ പരിപാടികളായിട്ട് വരുന്നത്. വിശക്കുന്നുണ്ടാ? ഞാൻ കഴിച്ചുള്ളൂ സമയത്ത്. അച്ഛന് പിന്നെ ഒരു സമയമുണ്ട്. 1 മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അച്ഛൻ ഫുഡ് കഴിച്ചിരിക്കണം. ഇല്ലെങ്കിൽ അച്ഛൻ ഇറങ്ങി ഓടിക്കളയും. പണ്ട് ഇതുപോലെ ഒരു കല്യാണത്തിന് അച്ഛൻ എന്നെ കൂട്ടിപ്പോയിനേനും. അച്ഛൻ ഓർമ്മയില്ലേ അത്?
എന്താണ്? പണ്ടൊരു കല്യാണത്തിന് കൂട്ടി പോയിട്ട്, അതായത് 9:30 ഒരു മുഹൂർത്തമുള്ള കല്യാണം. എനിക്ക് അന്നെ കൊണ്ട് അച്ഛൻ 10 മണിക്ക് ചോറ് കഴിപ്പിച്ച് എല്ലാരും അവിടെ കാത്തു നോക്കുമ്പോ നമ്മൾ രണ്ടാളും ഉണ്ട് പന്തിയിൽ പോയിട്ട് തിന്നുന്നു. ഇങ്ങനത്തെ ഒരു അവസ്ഥ ആലോചിച്ച് കേട്ടെ അല്ലേ? അതിന് 10 മണിക്കല്ല, അതിന് മുന്നേ തിന്ന നാളുണ്ട്. ഞാൻ പറയുന്നതൊക്കെ നിന്റെ കല്യാണത്തിന്റെ സ്ഥിതി എന്തായിരുന്നു? കല്യാണം നടക്കുന്നതിന് മുന്നേ 9 മണി മുതൽ ആളുകൾ ഇങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്താ സംഭവം എന്നറിയാ? ട്രിവാൻഡ്രത്ത് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതറിയണ്ടെങ്കിൽ ട്രിവാൻഡ്രം കാര്യനെ തന്നെ വിളിക്കണം. ദേവുവിന്റെ ട്രിവാൻഡ്രത്ത് താലി കെട്ടുന്നതിന് മുമ്പേ ഒരു പന്തി കൂടി കൊടുക്കുന്ന ഒരു ചടങ്ങില്ലേ? ഇല്ലേ? അതെന്തുകൊണ്ടാ? ആൾക്കാര് വെറുതെ എന്റെ അച്ഛൻ പറയുന്നത് നിന്റെ നാട്ടിൽ ഇതുപോലെ തന്നെ ആൾക്കാർ കല്യാണം കഴിക്കുന്നതിന് മുന്നേ 9 മണിക്കേ തിന്നാൻ തുടങ്ങുന്നത്. ആ സത്യം തന്നെ. അതെ അതെ, ഞാൻ കണ്ടതല്ലേ. ആ ചിലപ്പോ 3 മന്തിയാണ്, ചിലപ്പോ 2 മന്തിയാണ്. അതവരെ ചടങ്ങാന്ന്, അല്ലാണ്ട് നമ്മളെ പോലെയല്ല. ചടങ്ങൊന്നുമല്ല. പിന്നെ അത് ആളുകള് അത്രയും കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു നേരത്തെ ഉള്ളതിനാ നേരത്തെ കയറ്റും. ഇങ്ങനെയല്ല ഉണ്ടാ. മാലയിട്ട് കഴിഞ്ഞതിന്റെ ശേഷം മാത്രമേ. കാരണം ഈ ചിലര് കൊടുക്കൂല, ചിലര് താലി കിട്ടുന്നവരിക്കട്ടെ എന്ന് വെച്ച് കൊടുക്കൂല. നമ്മള് പിന്നെ ആളെ ഒഴിപ്പിക്കാൻ വേണ്ടി നേരത്തെ കൊടുക്കും. ഇവിടെ താലി കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഓടും. അതുണ്ട്. ഈ മുസ്ലിമോ ചില സമയത്ത് എങ്ങനെയാണെന്നറിയാ, ചില സമയത്ത് ഞാനും അച്ഛനാണ് ഇനീഷ്യേറ്റീവ് എടുക്കല്. കാരണം എല്ലാവർക്കും മടിയായിരിക്കും താലി കെട്ടിക്കാനായിട്ട് എങ്ങനെ ഓടുവാന്ന്. അപ്പൊ അച്ഛനും ഞാനും ആദ്യം ഇതിന് മുന്നേ പോയിട്ട് റെഡി ആയിട്ട് പണ്ടില്ലേ, പണ്ട് നമ്മൾ ഇവിടെയെല്ലാം ഇങ്ങനെ അടിയേനും നമ്മളിങ്ങനെ ഗ്രിൽസും പിടിച്ചു നിൽക്കും. എനിക്ക് ചെറുപ്പത്തിൽ ഓർമ്മയുണ്ട്. അമ്മയും ഞാനും അച്ഛനും എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ചില ആൾക്കാരിൽ ഉരുണ്ടായിട്ട് വീഴുന്നെല്ലാം കാണണം. ഈ സിനിമയെല്ലാം കാണുന്ന സീനില്ല അതുപോലെ തന്നെ. ഇന്ന് ചോറ്, വറവ്, അച്ചാറ്, പിന്നെ ഇതെന്താ സാമ്പാറ്. രാവിലത്തെ ദോശയും സാമ്പാർ. പിന്നെ അമ്മേന്റെ സ്പെഷ്യൽ പാവക്കയുണ്ട്. ഇവിടെ പാവക്ക കൂട്ടൂല, അതുകൊണ്ട്. പക്ഷെ ഞാൻ പാവക്ക കൂട്ടേ, എനിക്ക് പാവക്കയും കറിയെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതിന് കൂട്ടത്തിൽ നമ്മൾ സ്പെഷ്യൽ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് കഴിക്കട്ടെ. ഇതാ ഇന്നത്തെ ചോറിന്റെ വിഭവങ്ങൾ. ദേവല്ല ആദ്യം തന്നെ പോളിന് തുടങ്ങി. എനിക്കിപ്പോ ഉള്ളത് നല്ല ഇതാ മുരുമുരുള്ള ബീഫ്. ഓഫ്, കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാണ്. ഈ കറുത്ത കളർ ഇങ്ങനെ കണ്ട് നോക്കണ്ടേ. ഇത് പെപ്പറാണ്. പെപ്പറിലോട്ട് നല്ല ഇതിനിങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ അടിച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് കൊള്ളാം. പക്ഷെ ചൂയായി പോയി. ചെറിയ ചെമ്മീനും കൂടി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചെമ്മീൻ്റെ ലേശം മുളകിട്ട കറിയാണ് ഇത്. അതും ഒരു പീസ് നല്ല മുടുക്ക് ചെമ്മീനാണ്. നമ്മളിവിടെ നിന്ന് അങ്ങനെ കിട്ടാറില്ല. ഇത് കുറച്ചൊരു റബ്ബറി ടച്ച് ഉണ്ട്. അധികം വെന്തിട്ടില്ല എന്ന് തോന്നുന്നു. എന്നാൽ ഇതും നമ്മളൊന്ന് കൂട്ടി കുഴച്ചിട്ട് ഇത് കൊള്ളാം. എൻ്റെ സംഭവം ഈ ബീഫും ചെമ്മീൻ്റെ ഈ കറി കുറച്ച് മിക്സ് ആയി പോയിന്. അവിടെ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇതിന്റെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് കുറച്ചു നേരം മഴ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് സിറ്റ് ഔട്ടിൽ വന്നിരിക്കുവാണ്. ഓൾവേസ് റെയിനിങ്, റെയിൻ നോട്ട് ഗോയിങ് അവേ. നിങ്ങളവിടെയൊക്കെ മഴ ഇങ്ങനെയൊക്കെ വെള്ളമൊക്കെ കയറുന്നുണ്ടോ എന്താണെന്ന് പറഞ്ഞു അല്ലേ? കമന്റിൽ പറ. വെള്ളം കയറിയ ആൾക്കാർ എങ്ങനെ പറയും? അല്ല, ചിലത് മറ്റേ ഇത് ചെയ്താണല്ലേ, മറ്റേ പേരെന്താണ്, ഷെൽട്ടർ ഹോംസ്, ഷെൽട്ടറിലായിട്ടാണല്ലോ. അങ്ങനെ നിൽക്കുന്ന ആൾക്കാർ. നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ്. പക്ഷെ ചില നാടുകളിലെല്ലാം പോയിട്ടുണ്ടെങ്കിൽ അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. നമ്മളിപ്പോ ഈ വീഡിയോ എന്ന് പറയുന്ന പോലെ ഒന്നല്ല. ആൾക്കാർ ഭയങ്കര രീതിയിലാണ് അതെല്ലാം മെനക്കെട്ട് നിൽക്കുന്നത്. സമ്മതിക്കാൻ തന്നെ വേണം. ഒന്നാമത് ഇവിടെ മര്യാദക്കുള്ള ഡ്രെയിനേജ് സിസ്റ്റം അങ്ങനത്തെ കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ മഴയും കാര്യങ്ങളെല്ലാം വരുന്നത്. ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങനെ ഉണ്ട്. എനിക്ക് പിന്നെ ഈ ഹോസ്പിറ്റൽ ലൈഫ് അത്ര വലിയ ഇഷ്ടമല്ല. ഞാൻ ഒന്നാമത് പണ്ട് ആക്സിഡന്റ് ആയി കിടക്കുമ്പോൾ തന്നെ ഞാനും മാമനും, അതായത് നമ്മുടെ ശങ്കരമാമനില്ലേ, നമ്മൾ രണ്ടാളും നല്ലോണം അനുഭവിച്ചാണ്. നമുക്കിത് നടക്കൂല. എനിക്ക് ഒരുമാതിരി മടുപ്പാവും ഹോസ്പിറ്റലിൽ വന്നാലും. പക്ഷെ നമുക്ക് അത്യാവശ്യമുള്ളപ്പോൾ നമ്മൾ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഹോസ്പിറ്റലാണ്. പിന്നെ ചെറിയ ചെറിയൊരു ആരോഗ്യ പ്രശ്നം ഇവക്കും എനിക്കെല്ലാം ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഇന്ന് പോയി ഒന്ന് കൺസൾട്ട് ചെയ്തേ ഉള്ളൂ. വേറെ കാര്യമായിട്ടുള്ള വലിയ കുഴപ്പമൊന്നും നമുക്ക് രണ്ടാക്കും ഇല്ല. പിന്നെ ഇന്ന് നമ്മൾ നേരെ ഒന്ന് ഷോറൂം വരെ ഒന്ന് പോയി. അതിന്റെ നിങ്ങളോട് നമ്മളത് പറഞ്ഞിട്ടില്ല. നമ്മളെന്തായാലും ചെറിയൊരു പ്ലാനിങ് ഉണ്ട്. അപ്പൊ അത് നടക്കുന്ന സമയത്ത് അതെന്തായാലും വലിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് തന്നെ വരും. അപ്പൊ ഗൈസ്, അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബൈ.